സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. സോ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവൻ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നത്, അവനാണ് രക്ഷ പ്രാപിക്കുന്നത്. സ്നേഹം എല്ലാത്തിന്റെയും പൂർത്തീകരണം ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. നിയമപണ്ഡിതർ പരീക്ഷിച്ചുകൊണ്ട് യേശുവിന്റെ അടുത്ത് ചോദിച്ചു, എന്താണ് അതിപ്രധാനമായ കൽപ്പന? ഇപ്രകാരം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. ഇതാണ് പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. സഹോദരരെ, ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസ് ഉണ്ട്, യഹൂദരുണ്ട്, ജൂതന്മാരുണ്ട്. ആരെങ്കിലും ആവട്ടെ, നിങ്ങളിലുള്ള സ്നേഹമല്ല അത് ഏത് യേശുക്രിസ്തുവിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നുള്ള സ്നേഹമാണ് നിങ്ങളുടെ വസിക്കുന്നത്. ദൈവത്തിൽ നിന്നാണ് സ്നേഹം വരുന്നില്ല. റോമക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യം, അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണ്. റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, നാം ബലഹീനരായിരിക്കാൻ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു, അതായത് നമുക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്, എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അതാണ് പ്രിയമുള്ളവരെ സ്നേഹം. ആ സ്നേഹമാണ് നാം എല്ലാവരും വേണ്ടി പങ്കുവെക്കേണ്ടത്. ആ സ്നേഹമാണ് നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത്. സ്നേഹത്തെ കുറിച്ചാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നത്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും വലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. എല്ലാവരെയും സ്നേഹിക്കുക, ശത്രുക്കളെ പോലും. അതാണ് ബൈബിൾ നമ്മളെടുത്ത് പറയുന്നത്. ഒരു ചെകിടത്തടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. ശപിക്കുന്നവനെ അനുഗ്രഹിക്കുവിൻ, ദേശിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. യേശു പറയുന്നു, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിടത്തടിക്കുന്നവനെ മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കാം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങൾ പക്ഷപാതം കാണിക്കരുത്. നമ്മെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം കൊടുക്കാനുള്ളതല്ല സ്നേഹം. നമ്മെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി എല്ലാവരിലും നാം ക്രിസ്തുവിന്റെ സ്നേഹം കാണിച്ചു കൊടുക്കണം. അങ്ങനെ നാം മാതൃകയാവണം എല്ലാവരുമായി. ഗലാത്യർക്ക് എഴുതിയ പുസ്തകത്തിൽ 3-ാം അധ്യായം പ്രകാരം പറയുന്നത്, യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. ആ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയാണ്. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നാം എല്ലാവരെയും സ്നേഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യം, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ.